പേരും പെരുമയുമുള്ള മങ്കടയ്ക്ക് ഇത് വികസനത്തിന്റെ വളർച്ചയുടെ സുവർണകാലം. മണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷക്കാലം നമ്മൾ ഒരുമിച്ച് നേടിയെടുത്തത് വിസ്മയകരമായ നേട്ടങ്ങളാണ്. 500 കോടിയോളം രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു എന്നത് അഭിമാനകരം തന്നെ. ഏത് നാടിനും ഒരു ചരിത്രമുണ്ടാവും. അങ്ങനെ ഒരു ചരിത്രപാഠം മങ്കടയ്ക്കുമുണ്ട്. പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന വള്ളുവനാടൻ മണ്ണാണ് മങ്കട. സാംസ്കാരിക തനിമകളാൽ സമ്പന്നമായ ശുദ്ധ ഗ്രാമങ്ങളുടെ നന്മ പേറുന്ന പ്രകൃതിയുടെ അനുഗ്രഹീതമായ മണ്ണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളായ എം പി നാരായണ മേനോന്റെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും നാട്. പ്രശസ്തമായ കോവിലകങ്ങളും പെരുമയുള്ള തിരുവാന്താംകുന്ന് ക്ഷേത്രവും പേരുകേട്ട പുത്തനങ്ങാടി ശുഹദ പള്ളിയും ഫാത്തിമ ഫെറോന ചർച്ചും തോളോട് തോൾ ചേർന്നിരിക്കുന്ന അങ്ങാടിപ്പുറം പള്ളിയും തളിക്ഷേത്രവുമെല്ലാം ആ ഖ്യാതി വാനോളം ഉയർത്തുന്നു. പൂർവികരുടെ പുണ്യങ്ങളാൽ ധന്യമായ ഒരു ദേശം. അഭിമാനകരമാണ് ഈ നാടിന്റെ ചരിത്രം. അതിലേറെ ആനന്ദകരമാണ് ഈ നാടിന്റെ വർത്തമാനം. ഇന്നത്തെ നേട്ടങ്ങൾ നാളത്തെ മറ്റൊരു ചരിത്രമാണല്ലോ. അക്കൂട്ടത്തിൽ വളർച്ചയുടെ പട്ടികയിൽ മറ്റൊരു കുതിപ്പിലാണ് മങ്കട. മഞ്ഞളാംകുഴി അലിയുടെ നേതൃത്വത്തിൽ ദീർഘവീക്ഷണത്തോടെ ജനഹിതത്തോടെ നടപ്പാക്കിയ അനേകം പദ്ധതികൾ. ഇടവേളയ്ക്ക് ശേഷം മങ്കടയിൽ തിരിച്ചെത്തിയ അദ്ദേഹം മങ്കടയുടെ കൈപിടിച്ച് വികസനത്തിന്റെ തേരിലേക്ക്. നമ്മളൊരു 5 വർഷമായിട്ട് അലിക്കാക്കാനെ കാണുന്നതാണ്. നമ്മൾ എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആലോചിക്കുകയാണെന്ന് പറഞ്ഞാലും എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ, നമ്മുടെ മണ്ഡലത്തിലെ ഓരോ പൗരൻ്റെയും അടിസ്ഥാന വിഷയങ്ങൾ, വെള്ളം, വായു, വെളിച്ചം, റോഡ്, ഗതാഗതം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ അലിക്കാക്കാൻ്റെ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഉറച്ച ബോധ്യത്തോടെ, അഭിമാനത്തോടെയാണ് പറയുന്നത്. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളവിടെ തേക്കാത്തൊരു വീടിപ്പില്ല, ടൈൽസ് ഇടാത്തൊരു വീടില്ല. അതൊക്കെ MLA ആണ്. നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല MLA കുറിച്ച്. നിങ്ങൾ പൈസ കൊടുത്ത് ആധാരാക്കി വാങ്ങിയ ഭൂമിയാണെങ്കിലും സർക്കാരിൻ്റെ കണക്കിൽ ഇത് മിച്ചഭൂമിയാണ്. അപ്പോൾ സർക്കാർ തലത്തിലൊരു തീരുമാനം വന്നാലേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് കലക്ടർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതോട് കൂടിയിട്ട് ഞങ്ങൾ വീണ്ടും MLA സമീപിച്ചു. ഇപ്പോൾ ഇത് അന്തിമ ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പട്ടയം തരാം എന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രത്യേകം അലി സാഹിബിനോട് നന്ദി പറയാം. പ്രതിപക്ഷ MLA ആയിരുന്നിട്ട് പോലും പ്രതീക്ഷിക്കാത്ത പലതും കൊണ്ടുവന്നു. വികസനോന്മുഖ രാഷ്ട്രീയത്തിന്റെ മുഖശ്രീയായി മങ്കട മാറി. മങ്കട മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലം മുഴുവനും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലയിൽ ധാരാളം പരിമിതികളുണ്ടെങ്കിൽ തന്നെ സർക്കാരുമായി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 500 കോടി രൂപയുടെ പ്രവർത്തികൾ നമുക്കുടനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാറ്റിനും മേലെയാണ് വിദ്യാഭ്യാസ മേഖല. അതിന് പ്രത്യേക പരിഗണന നൽകേണ്ടത് കാലത്തിന്റെ അനിവാര്യതയും. നിലവാരമുള്ള വിദ്യാഭ്യാസം നേടുക എന്നത് ഏതൊരു വിദ്യാർത്ഥിയുടെയും അവകാശമാണ്. അതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 31 കോടി രൂപ ചെലവഴിച്ചു. 2022 കേരള ഗവൺമെൻറ്റിൻ്റെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണി നമ്മൾ ഇപ്പോൾ പൂർത്തിയായി. അതിൻ്റെ തറക്കല്ലിടൽ നിർവഹിച്ചത് ബഹുമാനപ്പെട്ട MLA ശ്രീ മഞ്ഞളാംകുഴി അലി സാഹിബാണ്. ഈ വർഷം നമുക്കിവിടെ 3,90,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കിഫ്ബി കെട്ടിടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായതും അതുപോലെ തന്നെ നിരന്തരമായ ഇടപെടലുകളും നമ്മുടെ ഈ സ്ഥാപനത്തെ വളരെ മികച്ച ഒരു സ്ഥാപനം മാറ്റുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. പള്ളിപ്പുറം UP സ്കൂളിന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയം പണി നൽകി. അത് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. ഞാൻ ഇവിടെ സ്കൂളിൽ വന്നിട്ട് 8 വർഷമായി. വന്നിരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു അടുക്കളയായിരുന്നു. ഇപ്പോൾ വലിയ അടുക്കളയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് നല്ല സൗകര്യമായി.
പിന്നെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ, ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ച് നല്ല വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൂടുതൽ സൗകര്യമായി. പാർക്ക് വന്നു, മക്കൾക്ക് പാർക്ക് വന്ന് കളിക്കാൻ, ഊഞ്ഞാൽ എല്ലാതും ഉണ്ട്. ഇപ്പോൾ മുറ്റമൊക്കെ നന്നാക്കി ഒക്കെ കട്ടയാക്കി അങ്ങനെയൊക്കെ ചെയ്തു. മങ്കട ഗവൺമെന്റ് കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് 8.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. കോളേജിന്റെ മുഖച്ഛായ മാറ്റുന്ന നവീകരണം അതിവേഗം സാധ്യമാകും. ഞങ്ങളുടെ മണ്ഡലത്തിൽ അലിയാക്ക കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ എസ്പെഷ്യലി യുവതി യുവാക്കൾക്ക് സഹായവും പ്രചോദനവുമാണ്. അലിയാക്ക പൊളിയാണ്, സൂപ്പറാണ്. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ അങ്ങാടിപ്പുറം പോളിയിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കി. ഈ കോളേജിലെ പല വികസനങ്ങൾക്കും വേണ്ടിയിട്ട് MLA ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഈ കോളേജിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ നവീകരണത്തിന് വേണ്ടിയിട്ടും ആൺകുട്ടികളുടെ ഹോസ്റ്റൽ നിർമ്മാണത്തിനും വേണ്ടിയിട്ടും MLA ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ലൈബ്രറി, അതിൻ്റെ 1ാം നില നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള 43 ലക്ഷം രൂപയും MLAയുടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും പാസ്സായി ലഭിച്ചിട്ടുണ്ട്. മങ്കടയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സഹകരണ മേഖലയിൽ തുടങ്ങിയ ജെംസ് കോളേജ് ഇന്ന് ഈ മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ശ്രീകോവിലായി മാറി. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഈ കലാലയം സഹകരണ മേഖലയിൽ കേരളത്തിലെ നമ്പർ 1 വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടെ പഠന സൗകര്യം, പഠനം മുടങ്ങിയ വനിതകളുടെ തുടർ പഠനത്തിനായി തുടങ്ങിയ ഞങ്ങളും കോളേജിലേക്ക് എന്ന പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയാണ്. മങ്കട മണ്ഡലത്തിലെ എല്ലാ വനിതകൾക്കും സൗജന്യമായി ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനുള്ള കവാടമാണ് ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുറന്നിട്ടത്. ഗവൺമെന്റ് സ്കൂളുകളെയെല്ലാം കഴിയാവുന്ന വിധം ചേർത്ത് പിടിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. നമ്മളും കോളേജിലേക്ക് എന്നൊരു പദ്ധതിയിലൂടെ MLAൻ്റെ സ്വന്തം കോളേജ് ജെംസ് കോളേജിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള അവരെ ജോലിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് MLAൻ്റെ സ്വന്തം റിസ്കിൽ അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം സാധാരണ ഒരു MLAമാരും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മക്കരപ്പറമ്പ് GVHSSന് 5 കോടി, കടുങ്ങാപുരം GHSSന് 3.9 കോടി, പാങ് GHSSന് 3.9 കോടി, മങ്കട പള്ളിപ്പുറം GHSSന് 3.9 കോടി തുടങ്ങി മണ്ഡലത്തിലെ 22 സ്കൂളുകൾക്ക് പരമാവധി തുക ലഭ്യമാക്കി വികസന നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ബാക്കി സ്കൂളുകൾക്കെല്ലാം കൂടി 31 കോടി രൂപയും അനുവദിച്ചു. ഒപ്പം സ്കൂൾ ബസ്സുകൾ, വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടികൾ, കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ, ആധുനിക വിദ്യാഭ്യാസത്തിന് അനിവാര്യമായ പ്രൊഫഷണൽ സഹായങ്ങളെല്ലാം സംഘടിപ്പിച്ചു. ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട മേഖലയാണ് ആരോഗ്യരംഗം. സാധാരണക്കാർക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ചികിത്സാ ചെലവുകൾ വർദ്ധിച്ച കാലമാണിത്. അതിനാൽ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിനായി മങ്കട CHC നവീകരണത്തിന് 5 കോടി ചെലവഴിച്ചു. പുഴക്കാട്ടിരി ഗവൺമെന്റ് ആശുപത്രിക്ക് 2 കോടിയും രാമപുരം സബ് സെന്റർ കെട്ടിടത്തിന് 40 ലക്ഷവും മങ്കട ആയുർവേദ ആശുപത്രിക്ക് 40 ലക്ഷവും ഒപ്പം മറ്റു സെന്ററുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും തുക അനുവദിച്ചു. വികസനം എന്നാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് നല്ല റോഡുകളും പാലങ്ങളും ഒക്കെയാണ്.
മണ്ഡലത്തിലെ പ്രധാന റോഡുകളെല്ലാം റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ചു. ഒപ്പം ഗ്രാമീണ റോഡുകൾക്കും തുല്യ പരിഗണന നൽകി. ഓരോ പഞ്ചായത്തിലെയും ഗ്രാമപ്രദേശങ്ങളിൽ എണ്ണിയാൽ തീരാത്തത്രയും MLA റോഡുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. മണ്ഡലത്തിലെ പ്രധാന റോഡായ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡ് 20 കോടി ചെലവിലാണ് നവീകരിച്ചത്. പുഴക്കാട്ടിരി ലിങ്ക് റോഡിന് 1.5 കോടി, വലമ്പൂർ പട്ടിക്കാട് റോഡിന് 1.5 കോടി, അങ്ങനെ ആകെ റോഡ് നവീകരണത്തിനായി 53.5 കോടി രൂപ ചെലവഴിച്ചു. അതോടൊപ്പം തന്നെ കൊളത്തൂർ പാലത്തിന് 10 കോടിയും വള്ളിക്കാപ്പറ്റ പാലം, വെള്ളിലച്ചോഴി പാലം എന്നിവയ്ക്ക് 2 കോടി വീതവും അനുവദിച്ചു. നമ്മൾ പരാതിപ്പെടുന്നതിനനുസരിച്ച് MLA അത് സ്ഥലം വന്ന് സന്ദർശിക്കും. അങ്ങനെ MLAൻ്റെ ഒറ്റ നിർബന്ധത്തിൽ തന്നെ അയാൾ പറ്റുന്ന രീതിയിൽ അദ്ദേഹം അതിന് വേണ്ട ഫണ്ട് അന്വേഷിച്ച് കൊണ്ടുവരലുണ്ട്, ചെയ്യലുണ്ട്. അതേപോലെ ഈ പാലത്തിൻ്റെ പണി അതുപോലെ ചെയ്യുന്നുള്ളത് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അങ്ങാടിപ്പുറത്തെ ട്രാഫിക് ബ്ലോക്കിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിന് പരിഹാരമായി അങ്ങാടിപ്പുറത്തിന്റെ കുരുക്കഴിക്കാൻ അന്ന് തന്നെ ബദൽ മാർഗങ്ങൾ നിർദ്ദേശിച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഓരാടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ് കഴിഞ്ഞ 2 ഇടത് സർക്കാരുകളുടെ കടുത്ത അവഗണന കാരണം ഒന്നുമാകാതെ നിൽക്കുന്നു. നിയമസഭയിൽ നമ്മുടെ MLA നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും ശ്രമിക്കാമെന്നല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായില്ല. അതിനിടയിൽ MLAയുടെ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഒരാടം പാലം വൈലോങ്ങര ബൈപ്പാസ് സ്ഥലമേറ്റെടുത്ത് പൂർത്തിയാക്കി പ്രവർത്തനം ഉടൻ ആരംഭിക്കാനാകും. മണ്ഡലത്തിലെ ബൈപ്പാസുകൾക്കും ചാത്തനല്ലൂർ അണ്ടർപാസിനും ആവശ്യമായ തുക കണ്ടെത്തി. നാട്ടിന് പുറത്തെ യുവാക്കളുടെ നിരന്തരമായ ആവശ്യങ്ങളിലൊന്നാണ് കളിക്കളങ്ങൾ. ഒരു പന്ത് തട്ടാതെ എന്ത് യൗവനം. വികസനത്തിൽ കളിക്കളങ്ങളും പ്രധാനം തന്നെ. കായികക്ഷമതയുള്ള തലമുറയാണല്ലോ നമ്മുടെ കരുത്ത്. മണ്ഡലത്തിലെ ചെറുതും വലുതുമായ 6 കളിക്കളങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാൻ സാധിച്ചു. ഇന്നതെല്ലാം മനോഹര കളിക്കളങ്ങളായി മാറിയിരിക്കുന്നു. ഇതിനായി 1,15,00,000 രൂപ ചെലവഴിക്കുകയുണ്ടായി. വലി സാഹിബിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഗ്രൗണ്ടായി മാറിയത്. അതുവരെ അത് ഒരു പറമ്പായി 1 ഏക്കർക്ക് കുറഞ്ഞ സ്ഥലം കുറവുണ്ട്. അതുകൊണ്ടങ്ങനെ കുറേ കടന്നു ഉള്ളതുകൊണ്ട് ഞങ്ങൾ അലി സാഹിബുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതിൽ കളിക്കാൻ രൂപത്തിലായി കിട്ടി. ഈ ഗ്രൗണ്ടിന് വേണ്ടി അലിയാക്കാൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വെച്ചു എന്നതറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കുടിവെള്ളം എന്ന ഏറ്റവും അടിസ്ഥാന ആവശ്യത്തിന് പ്രഥമ പരിഗണന നൽകി. മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലായി 400,000 വീടുകളിലേക്ക് ശുദ്ധജലം ലഭിക്കുന്ന ഭീമൻ പദ്ധതിയായ ജൽ ജീവൻ മിഷൻ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നടപ്പിലാക്കി വരികയാണ്. അതിനായി 316 കോടിയാണ് വകയിരുത്തിയത്. ഈ പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. ജൽജീവൻ മിഷൻ വഴി 25,000-ഓളം വീടുകൾക്ക് കണക്ഷൻ നൽകുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതിന് 300 ചില്ലാനം കോടി രൂപയുടെ ഫണ്ടാണ് ആകെ മുടക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ്, പഞ്ചായത്തുകളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്നത്. രാമപുരം ഉടുമ്പനാശ്ശേരി വിസിബി കം ബ്രിഡ്ജിന് 3 കോടിയും ചെറുപുഴത്തോട് നവീകരണത്തിന് 2.71 കോടിയും അനുവദിച്ചു. മണ്ഡലത്തിലെ എല്ലാ വാർഡുകൾക്കും 3 കോടി ചെലവിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ച് നാടിനെ ആകെ പ്രകാശപൂരിതമാക്കി. മങ്കടയുടെ മറ്റൊരു പ്രധാന പ്രോജക്റ്റാണ് മൂർക്കനാട്ടെ മിൽമ പാൽപ്പൊടി ഉൽപാദന കേന്ദ്രം. അതിന്റെ പൂർത്തീകരണത്തിനായി 32 കോടി രൂപ ലഭ്യമാക്കി. ഈ പ്രോജക്റ്റ് പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ പ്രദേശത്ത് നിന്നും മിൽമ പ്രോഡക്റ്റുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കാൻ സാധിക്കും. മണ്ഡലത്തിൽ അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട്.
അക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് 95 ലക്ഷം, വലമ്പൂർ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് 50 ലക്ഷം, മൂർക്കനാട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന് 35 ലക്ഷം തുടങ്ങി ചെറുതും വലുതുമായ നിരവധി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു. ഒപ്പം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. സാധ്യമായ എല്ലാ കേന്ദ്ര ഫണ്ടുകളും ഇക്കാലയളവിൽ മണ്ഡലത്തിൽ എത്തിക്കാനും മങ്കടയുടെ പ്രിയ നായകൻ മഞ്ഞളാംകുഴി അലി MLAക്ക് സാധിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിരന്തര അവഗണനയെല്ലാം മറികടന്ന് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത് എല്ലാവരുടെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. MP, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെ അകമഴിഞ്ഞ സഹായം ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. 244 റോഡുകൾ, 21 സ്കൂൾ കെട്ടിടങ്ങൾ, 10 പൊതുമേഖലാ കെട്ടിടങ്ങൾ, 7 പാലങ്ങൾ, 6 ആശുപത്രി കെട്ടിടങ്ങൾ, 5 കളിക്കളങ്ങൾ, 150 മിനി മാസ്റ്റ് ലൈറ്റുകൾ, 25,000+ വാട്ടർ കണക്ഷനുകൾ. അങ്ങനെ പോകുന്നു മങ്കടയുടെ വികസന വീതിയിലെ നേർസാക്ഷ്യങ്ങൾ. വികസനം എന്നത് ഒരു തുടർ പ്രവർത്തനമാണ്. കാലത്തിന്റെ ആവശ്യങ്ങൾ സ്വന്തം ആവശ്യങ്ങളാകുമ്പോഴാണ് ലക്ഷ്യം അരികിലെത്തുന്നത്. വിശ്രമമില്ലാത്ത വികസനമാണ് മങ്കടയെ മാറ്റിയത്. പുതിയ കാലത്ത് പിന്നിടാൻ ദൂരം ഇനിയുമുണ്ട്. കാലം ഒന്നിനും അതിരിടാതെ കടന്നു പോകുമ്പോൾ മങ്കടയുടെ മനസ്സിലുണ്ട് മറക്കരുതാത്ത സ്വപ്നങ്ങൾ. അതിലേക്കുള്ള യാത്രയിലാണ് ഈ മണ്ഡലം. വികസനത്തിന്റെ അമരത്ത് എപ്പോഴും എല്ലാവർക്കും പ്രാപ്യനായി നേരിലും ഒരു ഫോൺ വിളിക്കപ്പുറത്തും നമ്മുടെ വികസനത്തിന്റെ വിജയശില്പിയുണ്ടല്ലോ. കൂടെ ഉണ്ടാവണം. എങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, മങ്കടയിൽ വികസനം തുടരുക തന്നെ ചെയ്യും.